അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് അയണോസ്ഫിയർ ഒക്കേഴ്സ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയറുകളിൽ അയണോസ്ഫിയർ എന്നുള്ളത് ഏത് ലെയറിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നോക്കാം. മീസോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിക് ലെയറുകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അത് വളരെ കൃത്യമായിട്ട് ഈ ഒരു പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഈ ഒരു പേപ്പറിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ 100% നിങ്ങൾ അറിഞ്ഞ് വെക്കേണ്ട കാര്യമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ പാളികൾ എന്നുള്ള ഈ ഒരു പാർട്ടിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് എന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്നുള്ളതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉള്ള അന്തരീക്ഷത്തിലെ ഡിസ്റ്റൻസ് ആണ്. അതായത് എർത്ത് സർഫേസിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് അല്ലെങ്കിൽ എത്ര മൈലുകൾ ദൂരത്തിലാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അന്തരീക്ഷ പാളികളെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലെയറുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും എർത്ത് സർഫേസിൽ നിന്നും 8 കിലോമീറ്റർ മുതൽ 14.5 കിലോമീറ്റർ വരെ. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ എഴുതി വെക്കണം. അത് ഒരു നോട്ട് പോലെ റെഡ് മാർക്കർ കൊണ്ട് പരമാവധി കോളമൊക്കെ വരച്ച് ബോക്സാക്കി എഴുതിയിടാൻ വേണ്ടി നോക്കണം. കാരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എർത്ത് സർഫേസിൽ നിന്ന് 8 മുതൽ 14.5 8 to 14.5 കിലോമീറ്റേഴ്സ് എവേ, കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് ലെയറിന്, അന്തരീക്ഷ പാളിയെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? സ്ട്രോപ്പോസ്ഫിയർ എന്നുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ. സ്ട്രോപ്പോസ്ഫിയർ. ഇനി സ്ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ടുള്ള അടുത്ത അറ്റ്മോസ്ഫിയറിക് ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. അത് ട്രോപ്പോസ്ഫിയറിന് മുകളിലായി 50 കിലോമീറ്റർ ദൂരെയാണുള്ളത്. 50 കിലോമീറ്റർ ദൂരെ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ ഉള്ളത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തിന് നമുക്ക് മീസോസ്ഫിയർ എന്ന് വിളിക്കാം. അറ്റ്മോസ്ഫിയറിക് ലെയറിനെ നമുക്ക് മീസോസ്ഫിയർ എന്ന് വിളിക്കാം. മീസോസ്ഫിയറിന് മുകളിലായി തെർമോസ്ഫിയറും, തെർമോസ്ഫിയറിന് മുകളിലായി തന്നെ അയണോസ്ഫിയറും ഉണ്ട്. അയണോസ്ഫിയറിന് മുകളിലായി ഏറ്റവും പുറമേ കാണുന്ന അറ്റ്മോസ്ഫിയറിക് ലെയറാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ ഉണ്ട് 8 മുതൽ 14.5 8 to 14.5 കിലോമീറ്റേഴ്സ് അവേ. സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട് എബോ ട്രോപ്പോസ്ഫിയർ 50 കിലോമീറ്റേഴ്സ് അവേ. 50 കിലോമീറ്റേഴ്സ് അവേ. വളരെ കൃത്യമായി എഴുതി വെക്കണം. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. then mesosphere, then thermosphere, then ionosphere and then stratosphere. അപ്പോൾ ഇതിൽ ഈ തെർമോസ്ഫിയർ എന്നും അയണോസ്ഫിയർ എന്നും പറയുന്നത് മീസോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ്, പാർട്ടായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഐ റിപ്പീറ്റ്, ഇതിൽ തെർമോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ എന്നുള്ളത് മീസോസ്ഫിയറിൻ്റെ ഭാഗമായി തന്നെയാണ്, പാർട്ടായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതായത് അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? ട്രോപ്പോസ്ഫിയർ ആയിട്ട് വരും, സ്ട്രാറ്റോസ്ഫിയർ ആയിട്ട് വരും, മീസോസ്ഫിയർ ആയിട്ട് വരും, അതുപോലെ എക്സോസ്ഫിയർ ആയിട്ട് വരും. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തെർമോസ്ഫിയർ എന്നുള്ളതും അയണോസ്ഫിയർ എന്നുള്ളത് മീസോസ്ഫിയർ ആയിട്ടാണ്, മീസോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് സാധാരണയായി. അതിനെ ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ട് നമ്മൾ സാധാരണ പരിഗണിക്കാറില്ല. അതിനെ മീസോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നു. ചോദ്യം വായിച്ചു നോക്കുക. ഞാൻ വായിക്കുകയാണ് ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് അയണോസ്ഫിയർ ഈസ് ഒക്കേഴ്സ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നിങ്ങളോട് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മീസോസ്ഫിയർ എന്നാണ്. സോ വളരെ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അന്തരീക്ഷത്തിൻ്റെ, അതായത് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്നുള്ളത് വളരെ കൃത്യമായി എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. ഞാൻ അടുത്ത ചോദ്യം വായിക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. ദ എയർ പൊല്യൂട്ടൻസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ആസ്. എയർ പൊല്യൂട്ടൻസ് എന്നുള്ളത് ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതായത് എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വായു മലിനീകരണം എന്ന് പറയാം, ഉണ്ടാക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രധാനമായും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. പോയിന്റ് സോഴ്സ് ആൻഡ് നോൺ പോയിൻറ്റിംഗ് സോഴ്സ്, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്, അടുത്ത നാച്ചുറൽ ഓർ ആന്ത്രോപോജനിക് പൊല്യൂട്ടൻസ്, ഓക്കെ, ആൻഡ് നൺ ഓഫ് ദി എബോ. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എയർ പൊല്യൂട്ടൻസ് എന്നുള്ളതിനെ നമുക്ക്
പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ടും സെക്കൻഡറി പൊല്യൂട്ടൻസ് ആയിട്ടും, പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആയിട്ടും സെക്കൻഡറി എയർ പൊല്യൂട്ടൻസും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി ഇതിൽ പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി എഴുതി വെക്കുക, അതായത് മനസ്സിലാക്കി വെക്കുക. പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരുന്ന, ഡയറക്റ്റായിട്ട് അന്തരീക്ഷത്തിലേക്ക് കലരുന്ന, ഡയറക്റ്റായിട്ട് എയറിലേക്ക്, വായുവിലേക്ക് എത്തുന്ന തരത്തിലുള്ള പൊല്യൂട്ടൻസിനാണെങ്കിൽ, എയർ പൊല്യൂട്ടൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ, അതുപോലുള്ള കമ്പനീസ്, ഓക്കെ, അതായത് ഈ റിയാക്ഷൻസ് ഇല്ലേ, പിന്നെ നമ്മുടെ എന്താണ് പറയുക, നമ്മളെ രാസപരമായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ള എന്താണ് അന്തരീക്ഷത്തിലേക്ക്, എയറിലേക്ക് വരുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? അതായത് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി, അതായത് ഡയറക്റ്റ്ലി എന്താണ് എയറിലേക്ക് വരുന്നതാണെങ്കിൽ, സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡറി പൊല്യൂട്ടൻസ് എങ്ങനെയാണ്? സെക്കൻഡറി പൊല്യൂട്ടൻസ് കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് എയറിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പ്രൈമറി ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ചോദ്യം ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് കിട്ടും. ഓപ്ഷൻ എ, ഫോർമർ കണ്ടെയ്ൻ വാട്ടർ മോളിക്യൂൾ വൈൽ സെക്കൻഡറി പൊല്യൂട്ടൻസ് ഡു നോട്ട്. അടുത്തത് പ്രൈമറി എയർ പൊല്യൂട്ടൻ ഹാവ് മോർ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അടുത്തത് ഫോർമർ ആർ റിലീസ്ഡ് ഡയറക്ട്ലി ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ വൈൽ ദ ലേറ്റർ ആർ ഫൗണ്ട് ബൈ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. Primary air pollutants are formed through photochemical reactions in the sunlight while the secondary air pollutants are not. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഫോർമർ ആൻഡ് ലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആണ്, അതുപോലെ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു, പ്രൈമറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ, എയറിൽ എത്തുന്നതാണ്. ആൻഡ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡറി എയർ പൊല്യൂഷൻസ് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിലൂടെ എയറിലെത്തുന്ന, അറ്റ്മോസ്ഫിയറിൽ എത്തുന്നതാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എത്തുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കൺസിഡർ ആസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ്? എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടനുള്ള ഉദാഹരണം, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഫ്രം ബേണിംഗ് ഓഫ് കോൾ. ഓപ്ഷൻ ബി, സൾഫർ ട്രൈഓക്സൈഡ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓസോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫോട്ടോ കെമിക്കൽ സ്മോഗ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഇതിൽ ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസിങ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് എന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന്. എന്തുകൊണ്ടാണ്? കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുമ്പോൾ അവിടെ റിലീസ് ചെയ്യപ്പെടുന്നത് ഓക്സിജൻ ആണ്, അല്ലാണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഓപ്ഷൻ വെറുതെ ക്യാൻസൽ ചെയ്തത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു കേസിൽ ഓസോൺ റിലീസ്ഡ് ഡ്യൂറിങ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ തന്നെയുണ്ട് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, കെമിക്കൽ റിയാക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ എന്താണ്, സൾഫർ ട്രൈഓക്സൈഡൊക്കെ സെക്കൻഡറി എയർ പൊല്യൂഷൻ്റെ കേസിൽ, അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് എന്ത് എഴുതാം? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി കത്തുമ്പോൾ ഡയറക്റ്റായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അതെന്ത് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക്, ഡയറക്റ്റായിട്ട് എയറിലേക്ക്, അതായത് ഡയറക്റ്റായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിൽ പ്രൈമറി പൊല്യൂട്ടൻ്റ് എന്നുള്ളതിൻ്റെ, പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് നമുക്ക് പറയാം ഡയറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വൈൽ ബേണിംഗ് ദ കോൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കുകയാണ്. ചോദ്യം വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഇല്ലുസ്ട്രേറ്റ് എ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ അല്ലെങ്കിൽ എക്സാമ്പിളുകളിൽ എന്താണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഫ്രം ദ ബേണിംഗ് കോൾ, നൈട്രജൻ ഓക്സൈഡ് റിലീസ്ഡ് ഫ്രം ദ ബേണിംഗ് കോൾ, ഓസോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോട്ടോകെമിക്കൽ സ്മോഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. അപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല തൽക്കാലം. കാരണം ഞാൻ കഴിഞ്ഞ എക്സ്പ്ലനേഷനിൽ തന്നെ കഴിഞ്ഞ ചോദ്യങ്ങളിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു എന്താണ് പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ്, എന്താണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ്. അപ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഓപ്ഷനുകൾ നോക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡയറക്റ്റ് ആണ് എയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് കിടക്കുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി അബോ എന്നുള്ളതാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എന്നാണ് ഒരു പദാർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിട്ടുള്ള ഓസോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം. അവിടെ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പദാർത്ഥമാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് എന്ത് സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓസോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ വെരി കെയർഫുള്ളി. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഡിസൈഡ് യുവർ ആൻസർ. ഓക്കെ, ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ദ കോമൺ ഫീച്ചേഴ്സ് ബിറ്റ്വീൻ NO2, SO2, CO ആൻഡ് SPM ഈസ്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ദ കോമൺ ഫീച്ചേഴ്സ് ബിറ്റ്വീൻ NO2, SO2, കാർബൺ മോണോക്സൈഡ് ആൻഡ് SPM ഈസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നാല് ഗ്യാസുകളും എന്താണ്, അവയുടെ പൊതു സ്വഭാവം, ദ കോമൺ ഫീച്ചർ എന്താണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി പൊല്യൂട്ടൻറ്റ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആർ ക്ലാസിഫൈഡ് ആസ് സെക്കൻഡറി പൊല്യൂട്ടൻറ്റ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഹാവ് ഈക്വൽ റോൾ ഇൻ കോസിങ് ആസിഡ് റെയിൻ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്, ഇവയെല്ലാം പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇത് ആസിഡ് റെയിൻ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്, എല്ലാം ഒരുപോലെ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഓൾ ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി പൊല്യൂട്ടൻറ്റ് എന്നുള്ളതാണ് ഇതിനായ ശരിയായ ഉത്തരം. എന്താണ് ഓൾ ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി പൊല്യൂട്ടൻറ്റ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടുള്ളത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആർ ക്ലാസിഫൈഡ് ആസ് പ്രൈമറി പൊല്യൂട്ടൻസ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ SPM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. SPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതൊരു പ്രൈമറി പൊല്യൂട്ടൻ്റ് കൂടിയാണ്. അപ്പോൾ പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. സോ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൗ ആർ നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഓക്സൈഡ്സ് ആൻഡ് കാർബൺ ഓക്സൈഡ്സ് റിലേറ്റഡ്? എങ്ങനെയാണ് നൈട്രജൻ ഓക്സൈഡുകൾ, സൾഫർ ഓക്സൈഡുകൾ, അതുപോലെ കാർബൺ ഓക്സൈഡുകളെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത്? ശരിക്കൊന്ന് നോക്കൂ. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും നിങ്ങൾക്ക് മുകളിലെ ചോദ്യത്തിലുണ്ട്. മുകളിലെ ചോദ്യത്തിലുള്ളത് തന്നെയല്ലേ നൈട്രജൻ്റെയും സൾഫറിൻ്റെയും കാർബണിൻ്റെയും ഓക്സൈഡുകൾ. അപ്പോൾ അത് പ്രൈമറി പൊല്യൂട്ടൻസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഓപ്ഷൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി. ഇനി ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. ഓൾ ഓഫ് ദം ആർ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അത് സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് അല്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാം. ഇനി രണ്ടാമത്തത് ഓൾ ഓഫ് ദം ആർ പ്രൈമറി എയർ പൊല്യൂട്ടൻ്റ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ആസിഡ് ഡിപ്പോസിഷൻ. അപ്പോൾ നമുക്കറിയാം പ്രൈമറി എന്താണ് എയർ പൊല്യൂട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ന് നമുക്ക് അറിയാം കൃത്യമായിട്ട്.
അപ്പോൾ അത് അവിടെ വെക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ബാക്കി ചോദ്യങ്ങൾ കൂടി നോക്കാം. ഓൾ ആർ എയർ പൊല്യൂട്ടൻ ഫോംഡ് ബൈ കമ്പഷൻ ഓഫ് ഫോസിൽ ഫോയിൽ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിലെല്ലാം ഒന്നും ഫോസിൽ ഫോയിൽ കത്തുന്നത് കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഇനി അടുത്തത് ഓൾ ഓഫ് ദം ആർ എയർ പൊല്യൂട്ടൻസ് ദാറ്റ് റിസൾട്ട് ഇൻ റെസ്പിറേറ്ററി ഡിസീസ് ഇൻ ഹ്യൂമൻസ്. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവയെല്ലാം എയർ പൊല്യൂട്ടൻ, അതായത് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആണ്, അതുപോലെ കോൺട്രിബ്യൂട്ട് ടു ആസിഡ് ഡിപ്പോസിഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള ഓൾ ഓഫ് ദം ആർ എന്താണ് പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ആസിഡ് ഡിപ്പോസിഷൻ എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ലെയറിനെ കുറിച്ചുള്ളതാണ് അടുത്ത ചോദ്യം. അതായത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസ് ആർ മെയിൻലി പ്രസൻറ്റ് ഇൻ. അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസ് പ്രസൻ്റ് ആയിട്ടുള്ള ലെയർ ഏത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അയണോസ്ഫിയർ, ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ സി മീസോസ്ഫിയർ, ഓപ്ഷൻ ഡി ട്രോപ്പോസ്ഫിയർ ആൻഡ് ലോവർ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലും ലോവർ സ്ട്രാറ്റോസ്ഫിയറിലുമാണ് പൊല്യൂട്ടൻസ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ ആൻഡ് ലോവർ സ്ട്രാറ്റോസ്ഫിയർ എന്നുള്ളതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി അങ്ങോട്ടുള്ളത് കുറേയൊക്കെ നിങ്ങൾക്ക് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടുതൽ എക്സ്പ്ലനേഷനുകളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതൊക്കെ കൃത്യമായിട്ട് എഴുതി നോട്ട്സ് ഉണ്ടാക്കി കോളംസ് ആക്കി റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അണ്ടർലൈൻ ചെയ്ത് ബോക്സ് ആക്കി വളരെ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതൊരു തീരെ ജനറലായിട്ടുള്ള പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സയൻസായിട്ട് കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഇതിലെ എക്സ്പ്ലനേഷൻസിനൊക്കെ ഒരു പരിമിതിയുണ്ട്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത് വരാൻ വേണ്ടി സാധിക്കുള്ളൂ. ശരിയല്ലേ? ഒരുപാട് എക്സ്പ്ലനേഷൻ ഞാൻ തരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് വളരെ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ലെഡ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റി നോക്കിംഗ് ഏജൻറ്റ് ആൻഡ് ദാറ്റ് അഫക്റ്റ് അവർ. അതായത് ലെഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ബോഡി പാർട്ടിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഓപ്ഷൻ ബി റെസ്പിറേറ്ററി സിസ്റ്റം, ഓപ്ഷൻ സി കാർഡിയാക് സിസ്റ്റം, ഓപ്ഷൻ ഡി സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നാഡി ഘടനയെ. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസ ഘടനയെ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് കാർഡിയാക് സിസ്റ്റം, അതായത് ഹൃദയത്തെയാണ് ഉദ്ദേശിച്ചത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സ്കെൽറ്റൽ സിസ്റ്റം, അത് നമ്മുടെ അസ്ഥി എല്ലുകളെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ലെഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ശരീരഭാഗത്തിനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ, അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ്, നമ്മുടെ നാഡീവ്യൂഹ ഘടനയാണ്. ഓക്കെ, നാഡീവ്യൂഹങ്ങളെ. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ദ റൈറ്റ് ആൻസർ. സോ എ ആണ് നിങ്ങളുടെ ഉത്തരം. എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു കോളം തന്നിട്ടുണ്ട്, ഇത് മാച്ച് ചെയ്യുക. അതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. വളരെ കൃത്യമായി മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ക്രോമിയം എന്ന് പറയുന്നത്, ആർസനിക് എന്ന് പറയുന്നത്, കാഡ്മിയം എന്ന് പറയുന്നത്, അയൺ എന്ന് പറയുന്നത്, ഇത് ഈ തന്നിരിക്കുന്ന അസുഖങ്ങളെ, അതായത് തലസ്സീമിയ, ഇറ്റായി, ഡെർമാറ്റിറ്റ്സ് ആൻഡ് കാർസിനോജൻ എന്നീ പറയുന്ന അസുഖങ്ങളിൽ ഏതിനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുള്ള ചോദ്യം. അപ്പോൾ ഇതിൽ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ക്രോമിയം എന്ന് പറയുന്നത് കാർസിനോജനിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ആർസനിക് എന്ന് പറയുന്നത് ഡെർമാറ്റിറ്റ്സിന് കാരണമാകുന്നു. എന്താണ് ആർസനിക് എന്ന് പറയുന്നത്? ഡെർമാറ്റിറ്റ്സിന് കാരണമാകുന്നു. ക്ലിയർ? അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രം നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ചോദ്യമാവാൻ സാധ്യതയുണ്ട്. കാഡ്മിയം എന്നുള്ളത് നമ്മുടെ ആരോഗ്യ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പീപ്പിൾ ആൻഡ് എൻവറോൺമെൻറ്റൽ തിങ്സിലൊക്കെ ഭയങ്കരമായിട്ട് വരുന്നൊരു ഘടകമാണ് കാഡ്മിയം എന്ന് പറയുന്നത്. സോ കാഡ്മിയം എന്ന് പറയുന്നത് ഇറ്റായിക്ക് കാരണമാകും. കാഡ്മിയം എന്ന് പറയുന്നത്
ഇട്ടായിക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ കാഡ്മിയം എന്ന് പറയുന്നത് ഇട്ടായിക്ക് കാരണമാകുന്നത് പോലെ തന്നെ അയേൺ എന്ന് പറയുന്നത് തലാസാമിയയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേത് നാലാമത്തേതുമായിട്ട്, രണ്ടാമത്തേത് മൂന്നാമത്തേതുമായിട്ട്, മൂന്നാമത്തേത് രണ്ടാമത്തേതുമായിട്ട്, നാലാമത്തേത് ഒന്നാമത്തേതുമായിട്ട്. സോ യുവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് കിട്ടി. ഓപ്ഷൻ എ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ ബ്ലൂ ബേബി സിൻഡ്രം ദാറ്റ് കോസസ് ബൈ റെസ്ട്രിക്ട് സപ്ലൈ ഓഫ് ഓക്സിജൻ ടു ദ ബ്രെയിൻ. അതായത് ഓക്സിജൻ്റെ ബ്രെയിനിലേക്കുള്ള സപ്ലൈയെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ബ്ലൂ ബേബി എന്ന് പറയുന്നത്, അതായത് ബ്ലൂ ബേബി സിൻഡ്രം എന്നാണ് അസുഖത്തിനെ പറയുക. ബ്ലൂ ബേബി സിൻഡ്രം എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന ഇത് ഏതാണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ ഇതിനുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നൈട്രേറ്റുകൾ. ഓക്കെ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സൾഫേറ്റുകൾ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നൈട്രജൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള നൈട്രേറ്റുകളാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സൾഫേറ്റുകളാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫ്ലൂറൈഡുകളാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓക്സൈഡുകളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്, ഈ ഒരു സിൻഡ്രം ഉണ്ടാക്കുന്നത് നൈട്രേറ്റുകളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്ലിയർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകൾക്ക് വീണ്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മീനാമാത ഡിസീസ്? ഇത് ഞാൻ ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും പറയാതെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കാരണം ഇത് നിങ്ങൾ ഒരു കാരണവശാലും കൺഫ്യൂസ്ഡ് ആയി പോകാൻ വേണ്ടി പാടില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മെർക്കുറിയാണ്. എന്താണ്? മീനാമാത എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ്. ദ മെറ്റൽ ഓർ ദ എലമെന്റ് ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ഫോർ ഓർ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ മീനാമാത ഡിസീസ് ഈസ് മെർക്കുറി. കൃത്യമായിട്ട് പഠിക്കാം. മെർക്കുറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഇൻടേക്ക് ഓഫ് ലെഡ് മേ പ്രൈമറിലി കോസ് ദ ഡാമേജ് ഓഫ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ചോദ്യം തന്നെ അവർ വീണ്ടും വേറൊരു രീതിയിൽ തന്നിരിക്കുകയാണ്. അതായത് നമ്മൾ ലെഡ് ഉള്ളിലേക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ശ്വസിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുക? നേരത്തെ നമുക്ക് നാഡീവ്യൂഹം, അത് തന്നെയാണല്ലോ തലച്ചോറ്. സോ യുവർ ആൻസർ ഈസ് ബ്രെയിൻ. സോ എന്താണ് നമ്മളെ ന്യൂറോൺ സിസ്റ്റം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ബ്രെയിൻ ആണ് ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജിയോഗ്രഫിക് ഏരിയ ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ? അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വഴി ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന രാജ്യം ഏതാണ് അല്ലെങ്കിൽ ഏരിയ ഏതാണ് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ ഏറ്റവും സാധ്യതയുള്ളത് ചൈനയാണ്. പക്ഷെ ചൈനയല്ല ഇതിനുള്ള ഉത്തരം. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയാണ്. വ്യക്തമായി എന്ന് കരുതുന്നു. അതായത് ഫോസിൽ ഇന്ധനം കത്തിക്കുന്നത് വഴി ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത് നോർത്ത് അമേരിക്കയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഇൻഡസ്ട്രീസ് ജനറേറ്റിംഗ് ഹസാർഡിയസ് വേസ്റ്റ് ആർ ക്ലാസിഫൈഡ് ആസ്. ഓക്കെ. അതായത് ഇൻഡസ്ട്രീസ് ജനറേറ്റ് ചെയ്യുന്ന വളരെയധികം മാരകമായിട്ടുള്ള വിഷപരമായിട്ടുള്ള വേസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? അതിനുള്ള ഉത്തരം റെഡാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ അപകടങ്ങൾ, വിഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് അപകടങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡേഞ്ചറസ് എന്നുള്ളതിന്, അതായത് തൊടാൻ പാടില്ലാത്തത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഡേഞ്ചറസ് ആയിട്ട്, അപകടമായിട്ട് കണക്കാക്കുന്നത് റെഡ് കളറാണ്. സോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം റെഡാണ്. യുവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആർ എൻറ്റയർലി ആന്ത്രോപോജനിക് ഇൻ ഒറിജിൻ? ഇതിൽ ഏത് ഹരിതഗൃഹ വാതകമാണ് എൻറ്റയർലി ആന്ത്രോപോജനിക് ആയിട്ടുള്ളത്? എന്താണ് ഈ ആന്ത്രോപോജനിക് എന്ന് പറയുന്നത്? അതിൻ്റെ ഇൻ ഒറിജിൻ ആന്ത്രോപോജനിക് ആയിട്ടുള്ളത്. എന്താണ് ഈ ആന്ത്രോപോജനിക് എന്ന് പറയുന്നത്? വളരെ കൃത്യമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ ആന്ത്രോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിതം, ക്രിയേറ്റിംഗ് ഓർ പ്രൊഡ്യൂസിങ്. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വാതകത്തിന് ഉദാഹരണമാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരം വാട്ടർ വേപ്പർ മനുഷ്യനിർമ്മിതമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് മനുഷ്യനിർമ്മിതമല്ല, മീഥേന് മനുഷ്യനിർമ്മിതമല്ല. ഇതെല്ലാം നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, അതായത് ഓസോൺ പാളികളിൽ ഉണ്ടാകുന്ന വിള്ളൽ, അതുപോലുള്ള ഒരുപാട് മാരകമായിട്ടുള്ള സംഭവങ്ങൾ, ഓസോൺ ലെയർ ഡിപ്ലീഷനാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് എല്ലാം ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന CFC എന്ന് പറയുന്ന വാതകമാണ് ഉണ്ടാകുന്നത്. സോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും, അതായത് മനുഷ്യനിർമ്മിതമായത് എന്നുള്ള വാതകം, ഹസാർഡിനസ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന, ഓസോൺ ഡിപ്ലീഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഈ വാതകമായിട്ടുള്ള CFC എന്നുള്ളതാണ് മനുഷ്യനിർമ്മിതമായ ആന്ത്രോപോജനിക് എന്നുള്ള ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, CFC. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പെറോക്സിയാസിൽ നൈട്രേറ്റ് PAN, പെറോക്സിയാസിൽ നൈട്രേറ്റ് എന്താണ്? PAN ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ്, അതായത് പെറോക്സിയാസിൽ നൈട്രേറ്റ് PAN എന്ന് പറയുന്നത് എന്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്, എന്തുണ്ടാക്കുമ്പോഴാണ് ഇത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് റിയാക്ഷൻ്റെ കേസിലാണ് ഇത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആവും. ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്നുള്ളതാണ്. എന്താണ്? ഫോട്ടോ കെമിക്കൽ സ്മോഗ്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, ദ ബാലൻസ് ഇൻ ഓക്സിജൻ ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, ദ ബാലൻസ് ഇൻ ഓക്സിജൻ ലെവൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, അതായത് ഓക്സിജൻ ലെവലിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിലൊരു സംശയവും വേണ്ട, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഫോട്ടോസിന്തസിസ്, അതായത് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള ഫോട്ടോസിന്തസിസ് ആണ് ഓക്സിജൻ്റെ ബാലൻസ് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയ ആയിട്ടുള്ള ഫോട്ടോസിന്തസിസ് ആണ്. ആൻഡ് ഓൾസോ ഫോട്ടോസിന്തസിസിനെ കൂടാതെ എന്താണ് നമ്മൾ സാധാരണ ശ്വസിക്കുന്നത് ഒക്കെയാണ് എന്താണ് ഓക്സിജൻ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആൻഡ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ള ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് ശബ്ദമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റൻസിറ്റി ഓഫ് നോയ്സ്? അടുത്ത ചോദ്യം എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ എന്താണ് ശബ്ദത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റ് ഏത് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കിക്കോളൂ. ശബ്ദത്തിൻ്റെ എന്നുള്ളതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഡെസിബലാണ്. ഓക്കെ, ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. എന്താണ്? ആവൃത്തിയുടെ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഡെസിബലാണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ക്ലിയർ? ഇൻറ്റൻസിറ്റിയുടെ ഞാൻ റിപ്പീറ്റ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഡെസിബലാണ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ഇയർ ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ടു നോയ്സ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി റേഞ്ച്? അതായത് മനുഷ്യൻ്റെ ചെവി എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഫ്രീക്വൻസി റേഞ്ചിലാണ്, അതായത് ആവറേജ് ഫ്രീക്വൻസി റേഞ്ചിലാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഫ്രീക്വൻസി റേഞ്ച് ഏതാണെന്ന് നോക്കാം. അപ്പോൾ 1 to 2 kHz, 100 to 500 kHz, 10 to 12 kHz, 13 to 16 kHz. സോ നിങ്ങളത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും തമ്മിൽ ഒരു ബന്ധവും തോന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷനുകളുടെ പ്രത്യേകത. നിങ്ങൾക്ക് ആകെ സംശയത്തിലാവും. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഓപ്ഷൻ ബി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി വന്ന് കാണാറുണ്ട്. പക്ഷേ ഇതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 13 മുതൽ 16 kHz വരെയാണ്. എത്ര? 13 to 16 kHz എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതോ അത് 20 Hz to 20 kHz ആണ്. അതായത് 20 Hz മുതൽ 20,000 Hz വരെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
20 ഹെഡ്സ് ടു എന്താണ് 20 കിലോ ഹെഡ്സ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് 13 കിലോ ഹെഡ്സ് ടു 16 കിലോ ഹെഡ്സ് എന്നുള്ളതാണ്. 13 to 16 കിലോ ഹെഡ്സ് എന്നുള്ള നാലാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്കുള്ള ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ റിഗാർഡിംഗ് ടിപ്പിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വേസ്റ്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ പെയറുകളിൽ ടിപ്പിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് 9 to 12%, മെറ്റൽസ് 1 to 2%, സെറാമിക് 8 to 10%, ബയോഡിഗ്രേഡബിൾ 35 to 40%. ഇത് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം 35 to 40% വരെ ഒന്നും ഉണ്ടാവാറില്ല സാധാരണ ഹോസ്പിറ്റൽസിൽ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള വേസ്റ്റ് ഇവിടെ ഇട്ടു അവിടെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ 35 to 40 എന്നാണ്. അപ്പോൾ ചോദ്യം വായിക്കുന്നിടത്ത് തെറ്റ് പറ്റിപ്പോകരുത്. വളരെ ശ്രദ്ധിച്ച് 1 2 അതിൽ കൂടുതലോ തവണ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതിനുള്ള ഉത്തരം നാലാമത്തെ ഉത്തരമാണ്. ബയോഡിഗ്രേഡബിൾ 35 to 40% എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാക്സിമം സൂട്ട് ഈസ് റിലീസ്ഡ് ഫ്രം. എന്താണ് മാക്സിമം സൂട്ട് ഈസ് റിലീസ്ഡ് ഫ്രം? ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പെട്രോൾ വെഹിക്കിൾസ്, CNG വെഹിക്കിൾ, ഡീസൽ വെഹിക്കിൾ, തെർമൽ പവർ പ്ലാന്റ്. സൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൂട്ട് എന്ന് പറഞ്ഞാൽ അഴുക്ക് പുരണ്ടത് എന്നൊക്കെയാണ്. അതായത് അഴുക്ക്, ഏറ്റവും കൂടുതൽ അഴുക്ക് ഇതിൽ ഇടുന്നുണ്ടാവുക അത് തെർമൽ പവർ പ്ലാന്റ് ആണ്. ഓക്കെ, അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം, നാലാമത്തെ ഓപ്ഷൻ. ക്ലിയർ? ഇതിലൊന്നും പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. അതായത് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഒന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം സർഫേസ് ഓസോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം. സർഫേസ് ഓസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ട്രാൻസ്പോർട്ട് സെക്ടർ, സിമെൻറ്റ് പ്ലാന്റ്സ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി. സർഫേസ് ഓസോൺ എന്ന് പറയുന്നത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെ? അതായത് അത് പിന്നെന്താണ്, യാത്രാ വാഹനങ്ങളിൽ നിന്നാണോ, സിമെൻറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ സിമെൻറ്റ് പ്ലാന്റ്സിൽ നിന്നാണോ, അതോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്നാണോ? അതായത് എന്താണ്, തുണിത്തരങ്ങൾ ഉണ്ടാകുന്ന ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നാണോ, അതോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നാണോ? അതായത് രാസപരമായിട്ടുള്ള കെമിക്കൽ ഫീൽഡുകളിൽ നിന്നാണോ, അതായത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നാണോ? അപ്പോൾ സർഫേസ് ഓസോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം, ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ട്രാൻസ്പോർട്ട് സെക്ടർ എന്നാണ്, നമ്മളെ വാഹനങ്ങളാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇൻ ദ മെട്രോ സിറ്റി ഓഫ് കൊൽക്കത്ത ദ മേജർ കോസ് ഓഫ് എയർ പൊല്യൂഷൻ ഈസ്. എന്താണ്? ഇൻ ദ മെട്രോ സിറ്റി ഓഫ് കൊൽക്കത്ത ദ മേജർ ഫാക്ടർ റീസൺ ഫോർ എയർ പൊല്യൂഷൻ ഈസ്. എന്താണ് ഇതിനുള്ള ഉത്തരമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന തരത്തിൽ യാതൊരു തരത്തിലും നിങ്ങൾക്ക് സംശയം വേണ്ട. വാഹനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു പോകുന്നത് അത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡുമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകൾ നോക്കുക. ഹൈഡ്രോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, വാട്ടർ വേപ്പർ, നൺ ഓഫ് ദ എബോ. അപ്പോൾ വാട്ടർ വേപ്പറും അല്ല, നൺ ഓഫ് ദ എബോവും അല്ല, ഹൈഡ്രോ കാർബണും അല്ല, പിന്നെ കാർബൺ മോണോക്സൈഡ്. ഏത് മെട്രോ സിറ്റി എടുത്താലും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ കാർബൺ മോണോക്സൈഡിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അത് ചെയ്യുക. അല്ല അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇത് രണ്ടുമാണ് നിങ്ങൾ ഓപ്ഷനുകളിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. വളരെ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മെയിൻ ഡിസ്ചാർജ് ഫ്രം കോൾ ബേസ്ഡ് പവർ പ്ലാന്റ്? അതായത് കൽക്കരി കത്തിക്കുന്ന പവർ പ്ലാന്റുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത് എന്ത്? SPM, ഫ്ലൈ ആഷ്, സ്മോഗ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം എന്തെങ്കിലും കത്തുമ്പോൾ എന്താ പുറത്ത് വരിക? അതിൻ്റെ ചാരവും പൊടിയും മറ്റാണ്, അല്ലേ? അപ്പോൾ ഫ്ലൈ ആഷ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അതിൻ്റെ ചാരവും പൊടിയെല്ലാം അതിൻ്റെ ഉത്തരം. അപ്പോൾ ഏറ്റവും കൂടുതൽ കത്തുമ്പോൾ വരിക എന്നാണ്, കൽക്കരി കത്തുമ്പോൾ വരെ ഫ്ലൈ ആഷ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് യൂസബിൾ ഗുഡ് ക്വാളിറ്റി വാട്ടർ. അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന, അതിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മെത്തേഡ് ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ക്ലോറിനൈസേഷൻ, ഓപ്ഷൻ ബി മെറ്റലർജി, ഓപ്ഷൻ സി ക്ലൗഡ് സീഡിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. അപ്പോൾ നൺ ഓഫ് ദീസ്. അപ്പോൾ ക്ലോറിനേഷനെയും മെറ്റലർജിനെയും കാട്ടിലും നൺ ഓഫ് ദീസ് എന്നുള്ള വിട്ടേക്കൂ, നോക്കേണ്ട ആവശ്യമില്ല. ക്ലോറിനേഷനും മെറ്റലർജിയും കൂടി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലൗഡ് സീഡിങ് ആണ് കുറച്ചുകൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് ഓസോൺ ഡിപ്ലീഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ്. എന്താണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അത് കാർബൺ ഏതാണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നുള്ളതാണ്, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അടുത്ത ചോദ്യം എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ വെതറിംഗ് ഈസ് എൻഹാൻസ്ഡ് ബൈ ആസിഡ് റെയിൻ. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ വെതറിംഗ് ഈസ് എൻഹാൻസ്ഡ് ബൈ ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ വഴി എൻഹാൻസ് ചെയ്യപ്പെടുന്ന കെമിക്കൽ വെതറിംഗ് എന്താണ്? അതിനെ നമ്മൾ ഹൈഡ്രോലൈസിസ് എന്നാണ് പറയുക. എന്താണ്, ആസിഡ് റെയിൻ വഴി ഉണ്ടാകുന്ന കെമിക്കൽ വെതറിനെ നമ്മൾ ഹൈഡ്രോലൈസിസ് എന്നാണ് പറയുക. എന്താണ്, ആസിഡ് റെയിൻ വഴി ഉണ്ടാകുന്ന കെമിക്കൽ റെയിനെ നമ്മൾ ഹൈഡ്രോലിസിസ് എന്നാണ് പറയുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കൂടുതലോ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒന്നാമത് കൊമേഴ്സുമായിട്ട് വളരെയധികം ലിങ്ക്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീടും പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് പ്രോസസ് കോസസ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്ക് അറ്റ് ഓർ നിയർ ദ എർത്ത് സർഫേസ്. അതായത് എർത്ത് സർഫേസിലോ അതിനടുത്തുള്ള പാറകളുടെ ഡിസിൻറ്റഗ്രേഷനെ എന്താണ് പറയുന്ന പ്രോസസ്സ്, അതിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് നിങ്ങളുള്ള ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ ഫിസിക്കൽ വെതറിംഗ്, ഓപ്ഷൻ ബി ഇറോഷൻ, ഓപ്ഷൻ സി കെമിക്കൽ വെതറിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ. ഇപ്പോൾ നൺ ഓഫ് ദി അബോ എന്നുള്ളത് വിട്ടേക്കൂ. ഇവിടെ ഈ ഒരു കേസിൽ, അതായത് എർത്ത് സർഫേസിലോ അല്ലെങ്കിൽ അതിനടുത്തോ ആയിട്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ ഓഫ് പാറകളുടെ ഡിസിൻറ്റഗ്രേഷൻ, റോക്സ് ഡിസിൻറ്റഗ്രേഷൻ ഈസ് കോൾഡ് ആസ് ഫിസിക്കൽ വെതറിംഗ്. എന്താണ്, ഫിസിക്കൽ വെതറിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് എഫക്ട് ഹ്യൂമൻ ഹെൽത്ത് ബൈ റെഡ്യൂസിങ് ദ ബ്ലഡ്സ് എബിലിറ്റി ടു ക്യാരി ഓക്സിജൻ ടു ഡിഫറെൻറ്റ് പാർട്ട് ടു ദ ബോഡി. അതായത് ബോഡിയിൽ ഉള്ള, അതായത് എന്താണ് ഓക്സിജൻ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അത് എത്തിക്കാനുള്ള ബ്ലഡിൻ്റെ ആ ഒരു കഴിവിനെ ഇല്ലാണ്ടാക്കുന്ന ഇത് എലമെൻ്റ് ഏത്, അല്ലെങ്കിൽ എന്താണ് പൊല്യൂട്ടൻ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കാർബൺ മോണോക്സൈഡ് എന്നുള്ളതാണ്. എന്താണ്, കാർബൺ മോണോക്സൈഡ് എന്നുള്ളതാണ്, മറന്നു പോകാതിരിക്കുക. അടുത്ത ചോദ്യം കാർബൺ മോണോക്സൈഡ് എന്നുള്ളതാണ് അല്ലേ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നൈട്രജൻ ഓക്സൈഡ് അഫക്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ബൈ. അതായത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ നൈട്രജൻ ഓക്സൈഡ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്, നൈട്രജൻ ഓക്സൈഡ് അഫക്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ബൈ. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ് ഹ്യൂമൻ ഹെൽത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കോസിങ് ഇറിറ്റേഷൻ ടു ദ ഐസ് ആൻഡ് സ്കിൻസ്, ഓപ്ഷൻ ബി അഗ്രവേഷൻ ആസ്മ പ്രോബ്ലംസ്, ഓപ്ഷൻ സി ഡിക്രീസിങ് ബ്ലഡ്സ് എബിലിറ്റി ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ എന്നാണ്, നൺ ഓഫ് ദീസ് എന്നാണ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അഗ്രിവേറ്റിംഗ് ആസ്മ പ്രോബ്ലം. അതായത് നൈട്രജൻ ഓക്സൈഡ് അഫക്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ബൈ എന്താണ്, അഗ്രിവേറ്റിംഗ്, അതായത് അത് ആസ്മ പ്രോബ്ലത്തെ കൂട്ടുന്നു. അതായത് നൈട്രജൻ ഓക്സൈഡ് അഫക്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ബൈ അഗ്രിവേറ്റിംഗ് ആസ്മ പ്രോബ്ലംസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്, ഓസോൺ ഈസ് കൺസിഡേർഡ് ആസ് എ സെക്കൻഡറി എയർ പൊല്യൂട്ടൻ ബിക്കോസ്. അതായത് എന്തുകൊണ്ടാണ് ഓസോണിനെ ഒരു സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഇതാണ്: ഈസ് ഇൻ ദ അപ്പർ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് ഉള്ളത്. അത് തെറ്റാണ്. ഓസോൺ ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, രണ്ടാമത്തെ ലെയറിലാണ്, കൃത്യമായിട്ട് ഓർക്കുക. അടുത്തത് ഈസ് ഫോംഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഓസോൺ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. എന്താണ്, അത് ഇൻഡസ്ട്രിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സെക്കൻഡറി റോൾ കോസിങ് പൊല്യൂഷൻ. അതായത് എന്താണ്,
മലിനീകരണം ഉണ്ടാക്കുന്നതല്ലേ, വായു മലിനീകരണം ഉണ്ടാക്കുന്നതിൽ രണ്ടാമത്തെ സെക്കൻഡറി റോളാണ് അതിനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സെക്കൻഡറി എയർ പൊല്യൂട്ടൻ്റ് എന്താണ്, അത് കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാകുന്നതാണ്. സോ യുവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഈസ് ഫോംഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഓട്ടോമൊബൈൽ ആൻഡ് ട്രക്സ് ആർ നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എയർ പൊല്യൂട്ടൻ്റ്. അതായത് ഓട്ടോമൊബൈലും ട്രക്സും ഒക്കെ എന്തിൻ്റെ സോഴ്സ്, ഏത് തരത്തിലുള്ള എയർ പൊല്യൂട്ടൻറ്റിൻ്റെ സോഴ്സ് അല്ല എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓപ്ഷൻസ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് തീർച്ചയായും ആണ്. അടുത്ത നൈട്രജൻ ഓക്സൈഡ് തീർച്ചയായും ആണ്. സൾഫർ ഓക്സൈഡ് തീർച്ചയായും ആണ്. ഹൈഡ്രോ കാർബൺ തീർച്ചയായും അല്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം വളരെ വ്യക്തമായി വായിച്ചു നോക്കുക, ഏതല്ല എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. സോ ഓപ്ഷൻ ഈസ് ഹൈഡ്രോ കാർബൺ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. സൾഫർ ഡയോക്സൈഡ് ഈസ് മെയിൻലി റിലീസ്ഡ് ഫ്രം. സൾഫർ ഡയോക്സൈഡ് എവിടെ നിന്നാണ് റിലീസ് ആവുന്നത്? അത് കാറുകളിലും ട്രക്കുകളിൽ നിന്നും, അതായത് വണ്ടികളിൽ നിന്നാണ് റിലീസ് ആവുന്നത്. സോ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്സൈഡുകളെല്ലാം തന്നെ ഒരുവിധം വാഹനങ്ങളിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ക്യാൻ കോസ്. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ക്യാൻ കോസ്. നൈട്രജൻ്റെ ഹൈ കോൺസെൻട്രേഷനിലുള്ള, അതീവ ഗാഢതയിലുള്ള ഹൈ കോൺസെൻട്രേഷനിലുള്ള ഓക്സൈഡുകൾക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഹെഡേക്ക്, തലവേദന, ഡിസീനസ് ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, അതായത് നമ്മളെ ബോധക്ഷയം ഉണ്ടാവുക, അൺകോൺഷ്യസ് ആവുക. പിന്നെ റെസ്പിറേറ്ററി ഇറിറ്റേഷൻസ്, ശ്വാസത്തിന് തടസ്സം, പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഡി ഓൾ ഓഫ് ദി അബോ. അപ്പോൾ ഈ നൈട്രജൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വലിയ കോൺസെൻട്രേഷനിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന സാധ്യതകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. എക്സസീവ് എക്സ്പോഷർ ഓഫ് പെസ്റ്റിസൈഡ്സ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഡാമേജ് ഓഫ്. വളരെ അധികമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം എന്തിന് കാരണമാകും? എൻഡോക്രൈൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നിങ്ങളുടെ പ്രതിരോധ ശേഷി. റെസ്പിറേറ്ററി സിസ്റ്റം, നിങ്ങളുടെ ശ്വാസഘടന. മസ്കുലാർ സിസ്റ്റം, നിങ്ങളുടെ പേശി ഘടന. നെർവസ് സിസ്റ്റം, നിങ്ങളുടെ നാഡീഘടന. ഇവയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എൻഡോക്രൈൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളതാണ്, നിങ്ങളുടെ ആരോഗ്യഘടന, അതായത് പ്രതിരോധ ഘടന. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എക്സസീവ് എക്സ്പോഷർ ഓഫ് പെസ്റ്റിസൈഡ്സ് മെയിൻലി കോസസ്. അതായത് എക്സസീവ് എക്സ്പോഷർ ടു പെസ്റ്റിസൈഡ്, ഇതിൽ ഏത് അസുഖമാണ് ഈ ഒരു പെസ്റ്റിസൈഡ് കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മലേറിയ, ഡിഫ്തീരിയ, ക്യാൻസർ ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് നൺ ഓഫ് ദി എബോ എന്നുള്ളതാണ് നിങ്ങളുടെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം വഴി ക്യാൻസർ ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ക്യാൻസർ ആൻഡ് ന്യൂറോളജിക്കൽ പ്രോബ്ലം എന്നുള്ളതാണ്. സോ ധൈര്യമായിട്ട് ഓപ്ഷൻ സി ഉത്തരമായിട്ട് എഴുതാം. മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ മെയിൻ കെമിക്കൽ റെസ്പോൺസിബിൾ ഫോർ ദ ഓസോൺ ഡിപ്ലീഷൻ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഇനി അവിടെ ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല. അത് CFC ആണ്. എന്താണ്? ക്ലോറോ ഫ്ലോറോ കാർബൺ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ക്ലോറോ ഫ്ലോറോ കാർബൺ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു സാധ്യതാ ചോദ്യമായിരുന്നു ഇത്. അടുത്ത ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ദ പ്രോസസ് ഓഫ് ഡംപിങ് സോളിഡ് വേസ്റ്റ് ഇൻ എ സയൻറ്റിഫിക്കലി ഡെസിഗ്നേറ്റഡ് ലാൻഡ് ഏരിയ ഈസ് കോൾഡ് ആസ്. അതായത് ഈ ശാസ്ത്രീയമായിട്ട് ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള രീതിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡംപിങ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് സാനിറ്ററി ലാൻഡ്ഫില്ലാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി അബോവ് ആണ്. അപ്പോൾ ഇത് ഈ വീടൊക്കെ കെട്ടുമ്പോഴേ ഇതിൻ്റെ ഈ തറയിലൊക്കെ നമ്മൾ ഈ സോളിഡ് വേസ്റ്റുകൾ, ഖരമാലിന്യങ്ങൾ ഇട്ടിട്ട് കെട്ടാറുണ്ട്. അതിന് നമ്മൾ പറയുക സാനിറ്ററി ലാൻഡ്ഫിൽ എന്നാണ്. മനസ്സിലായ? അപ്പോൾ നമുക്ക് അവിടെ ഒരു മാലിന്യമില്ലാതെ അതൊരു ഉപയോഗപ്രദമാകുന്ന പരിപാടിയാണ്. ഡംപിങ്ങും വേസ്റ്റ് ഡിസ്പോസൽ എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഈ ഒരു വശത്തിന് സാനിറ്ററി ലാൻഡ്ഫിൽ എന്നാണ് പറയുക.
അറിവുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഇനി അടുത്ത അപ്പോൾ ഓപ്ഷൻ സി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ കോൺസ്റ്റുവൻ്റ് ഓഫ് സ്മോക്ക് ദാറ്റ് കോസ് ഇറിറ്റേഷൻ ടു ദ ഐസ് ഈസ്. അതായത് സ്മോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുക പോലെ സ്മോക്ക്, ആ സ്മോഗ് അല്ല ഇത്. സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു പ്രതിഭാസമാണ്. അതിങ്ങനെ ഈ മഞ്ഞ് മൂടിയ ഒരവസ്ഥ പോലെയൊക്കെ ഇങ്ങനെ, അത് മാലിന്യങ്ങൾ, അതായത് വായു മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ചൈനയിലും നമ്മളുടെ എന്താണ് വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്, കൊൽക്കത്തൊക്കെ പോലെയുള്ള. അപ്പം ഈ സ്മോഗിൻ്റെ ഉണ്ടാകുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഏത് നമ്മൾ കണ്ണിന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ NO, ഓപ്ഷൻ ബി പാൻ, ഓപ്ഷൻ സി CO, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പാനാണ്. നമ്മളുടെ ഐസിന് പ്രശ്നം ഉണ്ടാക്കുന്നത് പാനാണ്. അടുത്ത ചോദ്യം. ദ പെസ്റ്റിസൈഡ് ഡയറക്ട്ലി അഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം ഈസ്. നമ്മളുടെ നാഡീവ്യൂഹ ഘടനയെ ഡയറക്റ്റായിട്ട് ഹാനികരമായിട്ട് ബാധിക്കുന്ന പെസ്റ്റിസൈഡ് ഏത്, കീടനാശിനി ഏത് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ദ പെസ്റ്റിസൈഡ് ഡയറക്ട്ലി അഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം ഈസ്. ഓപ്ഷൻ എ DDT, ഓപ്ഷൻ ബി ആൽഡ്രിൻ, ഓപ്ഷൻ സി ഓർഗാനിക് ഫോസ്ഫേറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആൽഡ്രിൻ എന്നാണ്. ഡയറക്റ്റായിട്ട് മനുഷ്യരെ ബാധിക്കുന്ന ആൽഡ്രിൻ എന്നാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് പൊല്യൂട്ടൻസ് മെയിൻലി റിലീസ്ഡ് ബൈ ബേണിംഗ് ഓഫ് ഡീസൽ ഫ്യൂവൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ. ക്ലിയർ? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സൈഡ്സ് ഓഫ് കാർബൺ, ഓക്സൈഡ്സ് ഓഫ് നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ഫോട്ടോ കെമിക്കൽ അല്ലെങ്കിൽ സ്മോഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഡീസൽ ബേണിംഗ് കൊണ്ടാണ് മെയിനായിട്ട് ഫോട്ടോ കെമിക്കൽ സ്മോഗൊക്കെ ഉണ്ടാകുന്നത്, വാഹനങ്ങളുടെ അമിതമായ തിരക്ക് കാരണം. ചൈനയിലൊക്കെയാണ് പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ, കൊൽക്കത്തയൊക്കെ പോലുള്ള സിറ്റികളിൽ ഉണ്ടാവാറുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് കാരണമാകുന്ന പ്രധാന ഓക്സൈഡ് ഏത്? അത് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ആണ്, നൈട്രസ് ഓക്സൈഡ് ആണ്. അതായത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ് ഇതിനുള്ള കാരണമായിട്ട് വരാറുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്യൂവൽ ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ റിലീസ് ഓഫ് ലെഡ് ഇൻ ടു ദ എൻവറോൺമെൻറ്റ്. ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് ലെഡ് പുറത്തേക്ക് വരാൻ കാരണം പെട്രോളിൻ്റെ കത്തലാണ്. പെട്രോളാണ് അതിനുള്ള കാരണം, വാഹനങ്ങളിലെ പെട്രോൾ. മനസ്സിലായോ? ഡീസലും അല്ല, കൽക്കരി, കോളും അല്ല, ഡീസലും അല്ല, കോളും അല്ല, പെട്രോളാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്യൂവൽ ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ release of lead into the environment? Your answer is petrol is the fuel. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് all hydrocarbons except CH4 contribute to the production of. All hydrocarbons except CH4 contribute to the production of. ഓക്കെ, ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ all hydrocarbons except CH4 കോൺട്രിബ്യൂട്ട്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്താണെന്ന് ആദ്യം നോക്കാം നമുക്ക്. ആസിഡ് ഡിപ്പോസിഷൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ്, നൺ ഓഫ് ദി എബോവ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോഗാണ്. എന്താണ്? ഫോട്ടോ കെമിക്കൽ സ്മോഗാണ്. ക്ലിയർ? ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓഫ് നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അതായത് നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ് ആൻഡ് കാർബൺ ഓക്സൈഡ്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള സോഴ്സ്, ഇതൊക്കെ മലിനീകരണം ഉണ്ടാക്കുന്നവയാണ്, പൊല്യൂട്ടൻസ് ആണ്. ഇവയുടെ മെയിനായിട്ടുള്ള ഉത്ഭവം, സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽസ്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കൂ, ഇത്തരത്തിലുള്ള എല്ലാ മലിനീകരണങ്ങളും ഉണ്ടാവാൻ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനങ്ങളാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഫോസിൽ ഇന്ധനങ്ങൾ, ഫോസിൽ ഫ്യൂവലിൻ്റെ ബേണിംഗ് ആണ് ഇതിനുള്ള പ്രധാന കാരണം. ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ.
അടുത്ത ചോദ്യം, വൈ ഈസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ടിപ്പിക്കലി വേഴ്സ് ഇൻ ദ സമ്മർ? വൈ ഈസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ടിപ്പിക്കലി വേഴ്സ് ഇൻ ദ സമ്മർ? ഓപ്ഷൻസ് നോക്കാം. ദർ ഈസ് മോർ സോളാർ എനർജി ടു ഡ്രൈവ് photochemical reactions. Option B, people tend to travel more in summers. Option C, warm temperature prevent the dissipation of pollutants. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോ എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. അതായത് വൈ ഈസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ടിപ്പിക്കലി വേഴ്സ് ഇൻ ദ സമ്മർ? എന്തുകൊണ്ടാണ് സമ്മർ സമയത്ത് സ്മോഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വരുന്നത്? അതുകൊണ്ടൊരു ഓപ്ഷൻസ് നോക്കാം. ദർ ഈസ് മോർ സോളാർ എനർജി ടു ഡ്രൈവ് ദ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. അത് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരുപാട് സോളാർ എനർജി അവൈലബിൾ ആണ് എന്തിന്? ഫോട്ടോകെമിക്കൽ റിയാക്ഷനെ ഡ്രൈവ് ചെയ്യാൻ. സോ ഓപ്ഷൻ എ ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണിത്. ചോദ്യം ഇതാണ്, ഞാൻ വായിക്കാം. ഹൗ ഡസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഫോം? എങ്ങനെയാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്, ഫോം ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ദ റിലീസ് ഓഫ്, ഓപ്ഷൻ എ ആയിട്ടുള്ളത് ദ റിലീസ് ഓഫ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ്, അതായത് പ്രൈമറി എയർ പൊല്യൂട്ടൻസിൻ്റെ റിലീസ് കൊണ്ടാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, ബി ഓപ്ഷൻ, ഇൻട്രാക്ഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ കെമിക്കൽ സച്ച് ആസ് ക്ലോറോഫ്ലോറോ കാർബൺ ആൻഡ് ഓസോൺ, അതായത് ക്ലോറോഫ്ലോറോ കാർബണും ഓസോണും പോലുള്ള കെമിക്കലിൻ്റെ പരസ്പരം ഉണ്ടാകുന്ന റിയാക്ഷൻസ് കൊണ്ടാണ്. അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. റിയാക്ഷൻസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ആൻഡ് സൺലൈറ്റ്, അതായത് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. അപ്പോൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസും സൺലൈറ്റും തമ്മിലുണ്ടാകുന്ന റിയാക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി എന്താണെന്ന് നോക്കാം. ദ റിലീസ് ഓഫ് ഫോർമാൽഡിഹൈഡ് ആൻഡ് റഡോൺ ഇൻസൈഡ് ദ ബിൽഡിങ്സ്. ഈ ഓപ്ഷനൊക്കെ നിങ്ങളെ വെറുതെ കൺഫ്യൂസ്ഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനത്തെ ടേംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കൂ. ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഒക്കെ ബിറ്റ്വീൻ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ആൻഡ് സൺ ആണ്. എന്താണ്? ഹൗ ഡസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഫോം? ദ റിയാക്ഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ആൻഡ് സൺലൈറ്റ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സൂര്യപ്രകാശം, അതുകൊണ്ടാണ് സമ്മറിൽ ഈ ഫോട്ടോകെമിക്കൽ ഫോഗ് അധികം ഉണ്ടാകുന്നത്. ഫോട്ടോകെമിക്കൽ എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, ഫോട്ടോ ലൈറ്റ്. ഓക്കെ, സോ ഫോട്ടോകെമിക്കൽ എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്, ഫോട്ടോ ലൈറ്റ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഹൗ ഡസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഫോം? Reactions occur between secondary air pollutants and sunlight. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. വളരെ കൃത്യമായി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ബൈ.